ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗാണ്ഡവപ്രസ്ഥം ചുട്ടെരിക്കുന്ന കഥയാണ് പറയുന്നത്. ജനമേജയ രാജർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്നതിന് അഗ്നി എങ്ങനെയാണ് കാരണമായത്? ആ വനത്തിൽ അനേകം ജീവജാലങ്ങൾ പാർക്കുന്നുണ്ടായിരുന്നല്ലോ. ഇന്ദ്രനാൽ സംരക്ഷിക്കപ്പെടുന്ന ആ വനം അഗ്നി ദഹിപ്പിക്കുവാൻ എന്താണ് കാരണം? ജനമേജയ രാജർഷി കഥ പറഞ്ഞു തുടങ്ങുകയാണ്. പണ്ട് ഇന്ദ്രതുല്യപ്രഭവാനായി ശ്വേതകി എന്ന പ്രസിദ്ധനായ ബലവാനും വിക്രമിയുമായ രാജാവുണ്ടായിരുന്നു. തനിക്ക് സമാനമായി മറ്റൊരു രാജാവില്ലാത്ത വിധം യജ്ഞങ്ങളും ദാനങ്ങളും ബുദ്ധിമാനുമായ ആ രാജാവ് നടത്തിയിരുന്നു. ഹോമാദികൾ കൊണ്ടും ദേവയജ്ഞാദികൾ കൊണ്ടും ദക്ഷിണകളോടുകൂടെ അനേകം യാഗങ്ങൾ നടത്തിയിരുന്നു ആ മഹാരാജാവ്. ആ രാജാവിന് എപ്പോഴും ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തണം. ഇങ്ങനെ എപ്പോഴും സത്രക്രിയാരംഭം ചെയ്തതുകൊണ്ട് തന്നെ രാജാവിൻ്റെ കൂടെയുണ്ടായിരുന്ന മഹർഷിമാരുടെയും ഋത്വിക് ജനങ്ങളുടെയുമെല്ലാം കണ്ണുകൾ പൊടി കൊണ്ട് കണ്ണ് കലങ്ങി അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് പോലെ തോന്നിത്തുടങ്ങി. ഇങ്ങനെയുള്ള ഹോമത്തിൻ്റെ ആ ചൂടും പുകയുമേറ്റ് കാഴ്ചയറ്റ അവർ പിന്നീട് യാഗത്തിന് സമ്മതിച്ചില്ല. രാജാവ് അവരുടെ സമ്മതം വാങ്ങി വേറെ ഋതുക്കളെ വരുത്തി യാഗം പൂർത്തിയാക്കി. കുറച്ചു നാൾ ചെന്നപ്പോൾ രാജാവിന് വീണ്ടും ഒരാഗ്രഹം. 100 വർഷം കൊണ്ട് കഴിയുന്ന അത്രയും ഒരു സത്രം ചെയ്യുവാൻ രാജാവ് ഒരുങ്ങി. അതിന് ഋതുക്കൾ ആരും വന്നില്ല. കാരണം അത്രയും ദീർഘമായ സത്രകർമ്മം നടത്തുവാൻ അവർക്ക് ആകുമായിരുന്നില്ല. രാജാവ് ഋതുക്കളെ നമസ്കരിച്ചും നല്ല വാക്ക് പറഞ്ഞും ദാനങ്ങൾ നൽകിയും എല്ലാം പ്രീതിപ്പെടുത്തിയെങ്കിലും ഋതുക്കൾ ഹോമം ചെയ്യാൻ വരാൻ കൂട്ടാക്കിയില്ല. മഹർഷിമാർ പറഞ്ഞു, ഹേ രാജാവേ, ഭവാൻ തുടർച്ചയായി യാഗകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നും കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ അധ്വാനം കൊണ്ട് തളർന്ന ഞങ്ങളെ ഇനി ഭവാൻ വിട്ടൊഴിഞ്ഞാലും അങ്ങ് ഇനി മഹാദേവൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. മഹാദേവൻ അങ്ങയെ കൊണ്ട് യാഗങ്ങൾ ചെയ്യിക്കും. ഇത് കേട്ട് രാജാവ് കൈലാസത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് ഉഗ്രമായ തപസ് ആരംഭിച്ചു. മഹേശ്വരനെ ആരാധിച്ച് നിഷ്ഠൂരമായ വ്രതമെടുത്ത് വളരെ കാലം ഉപാസിച്ചു. ചിലപ്പോൾ 12-ാം ദിവസമോ 16-ാം ദിവസമോ മാത്രം ഫലമൂലങ്ങൾ ഭക്ഷിക്കും. ഇന്ദ്രിയങ്ങൾ അടക്കി കൈ പൊക്കി കണ്ണടയ്ക്കാതെ തൂണുപോലെ ഇളകാതെ 6 മാസം ശ്വേതകി രാജാവ് സമാധിയിൽ നിന്നു. അങ്ങനെ രാജാവ് ഘോരമായ തപസ് ചെയ്ത് നിൽക്കുമ്പോൾ ലോകഭാവനനും വിഭുവുമായ ശങ്കരൻ പ്രസാദിച്ചു പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ തപസ് കണ്ട് ഞാൻ പ്രീതനായിരിക്കുന്നു. ഭവാന് ക്ഷേമം ഉണ്ടാകട്ടെ. ആഗ്രഹിക്കുന്ന വരം ചോദിച്ചു കൊള്ളുക. ശ്വേതകി പറഞ്ഞു, സർവ്വലോകരും വണങ്ങുന്ന ഭഗവാനെ, ഭവാൻ എന്നിൽ പ്രീതനാണെങ്കിൽ എന്നെ കൊണ്ട് അവിടുന്ന് തന്നെ യാഗം ചെയ്യിച്ചാലും. മഹാദേവൻ പറഞ്ഞു, യാഗം ചെയ്യിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല രാജാവേ. വരത്തിനു വേണ്ടി ഭവാൻ വലുതായ ഒരു തപസ് തന്നെ ചെയ്തു. അതുകൊണ്ട് നിശ്ചയപ്രകാരം ഞാൻ ഭവാനെ യജിപ്പിക്കാം. അതിന് രാജാവേ, അങ്ങ് 12 വർഷം ബ്രഹ്മചാരിയായി ശ്രദ്ധയോടെ ധാരധാരയായി നെയ്യ് വാഴ്ത്തിക്കൊണ്ട് അഗ്നിയെ തൃപ്തിപ്പെടുത്തണം. എന്നാൽ എന്നിൽ നിന്ന് ഭവാൻ എന്താഗ്രഹിക്കുന്നുവോ അത് ഭഗവാന് സാധിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവ് രാജധാനിയിൽ ചെന്ന് മഹാദേവ കൽപ്പന പ്രകാരം എല്ലാം അനുഷ്ഠിച്ചു. 12 വർഷം തികഞ്ഞ സമയം മഹാദേവൻ വീണ്ടും ആ രാജാവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ലോകഗതി മുഴുവൻ ഹൃദയത്തിൽ ഭാവനം ചെയ്യുന്നവനും സുഖദാതാവുമായ ആ മഹാദേവൻ രാജാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവിടെ ഭവാൻ ചെയ്ത വേദവിധിപ്രകാരമുള്ള കർമ്മത്താൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ യാഗം നടത്തുക എന്നത് ബ്രാഹ്മണരുടെ മാത്രം അധികാരത്തിൽപ്പെട്ടതായിട്ടാണ് ശാസ്ത്രവിധി.
അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിലയിൽ നിന്നുകൊണ്ട് ഭവാനെ കൊണ്ട് യാഗം ചെയ്യിക്കുന്നത് ശരിയല്ല. ഭൂമിയിൽ എൻ്റെ തന്നെ അംശം കൊണ്ട് ജീവനും മഹാനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ട്, ദുർവാസാവ് മഹർഷി. പ്രസിദ്ധനും മഹാതേജസ്വിയുമായ അദ്ദേഹം എൻ്റെ ആജ്ഞപ്രകാരം ഭഗവാനെ കൊണ്ട് യാഗം ചെയ്യിക്കും. വേഗത്തിൽ എല്ലാം ഒരുക്കിക്കൊള്ളുക. ശ്രീരുദ്രൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് രാജാവ് തൻ്റെ പുരത്തിൽ ചെന്ന് സംഭാരങ്ങൾ ഒരുക്കി വേണ്ടതെല്ലാം, ഒരു യാഗത്തിനും യജ്ഞത്തിനും വേണ്ട ദ്രവ്യഹോമാദികളെല്ലാം ഒരുക്കിയതിൻ്റെ ശേഷം വീണ്ടും മഹാദേവനെ കണ്ടു പറഞ്ഞു, ഞാൻ യാഗദ്രവ്യങ്ങളൊക്കെ ഒരുക്കി സർവ്വ ഉപകരണങ്ങളും തയ്യാറാക്കി ഭവാന്റെ പ്രസാദത്താൽ നാളെ ദീക്ഷിക്കുകയാണ്. ഇത് കണ്ട് മഹാദേവൻ അപ്പോൾ തന്നെ ദുർവാസാവ് മഹർഷിയെ മുമ്പിൽ വരുത്തി. ദുർവാസാവ് മഹർഷിയോടായി മഹാദേവൻ പറഞ്ഞു, ഹേ ദ്വിജോത്തമ, ഈ ശ്വേതകി രാജാവ് യോഗ്യനാണ്. എൻ്റെ ആജ്ഞയാൽ ഈ രാജാവിനെ കൊണ്ട് ഭവാൻ യാഗം ചെയ്യിക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായും ചെയ്യിക്കാം എന്ന് ദുർവാസാവ് മഹർഷി മറുപടി നൽകി. അങ്ങനെ രാജാവിൻ്റെ യാഗം നടന്നു. വിധിപ്രകാരം കാലത്തിനനുസരിച്ച് ശാസ്ത്രാനുസരണം അസംഖ്യം ദക്ഷിണകളോടുകൂടെ യാഗം ആരംഭിച്ചു. ഇപ്രകാരം രാജാവിൻ്റെ യാഗം അവസാനിപ്പിച്ചപ്പോൾ അഗ്നി ഇടവിടാതെ ഹവിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഹവിസ് അനുഭവിച്ച് അഗ്നി തൃപ്തനായിരുന്നു. എന്നാൽ അന്യരാൽ നൽകപ്പെടുന്ന ഹവിസ് ഏൽക്കുവാൻ അഗ്നിക്ക് ആഗ്രഹമില്ലാതായി. അന്നു മുതൽ അഗ്നിക്ക് രോഗം ബാധിച്ചു. അഗ്നിയുടെ ഓജസ് പോയി. ക്ഷീണിച്ച് അഗ്നിക്ക് വല്ലായ്മയും വന്നുകൂടി. ഇങ്ങനെ അഗ്നി ഭഗവാൻ ബ്രഹ്മലോകത്ത് ചെന്ന് തൻ്റെ വല്ലായ്മ ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു. എൻ്റെ തേജസ്സും ബലവും കെട്ടുപോയിരിക്കുന്നു, ഓജസ്സും നശിച്ചു. ഭവാന്റെ പ്രസാദത്താൽ ഞാൻ പൂർവസ്ഥിതിയിലാകണമേ. ഇത് കണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ അഗ്നിദേവ, അങ്ങ് 12 കാലവും രാവും പകലും ഭേദം കൂടാതെ ഹവിസ് ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് ഈ അസുഖം വന്ന് പെട്ടത്. ഇനി ദുഃഖിക്കേണ്ട, അതിന് പറ്റിയ ഒരൗഷധമുണ്ട്. പണ്ട് ദേവന്മാർ പറഞ്ഞിട്ട് അസുരന്മാർക്കും രാക്ഷസന്മാർക്കും രക്ഷാസ്ഥാനമായ അഘോരമായ ഗാണ്ഡവവനം, അതിലിപ്പോൾ നാനാ ജീവജാലങ്ങൾ പാർക്കുന്നുണ്ട്. അവയുടെ മേധസ് അകത്തു ചെന്നാൽ ഭവാൻ മുമ്പത്തെ മട്ടിൽ തേജസ്സുറ്റവനായിത്തീരും, ബലവാനും ശക്തനും വീരനുമായിത്തീരും അഗ്നിദേവ അങ്ങ്. അതുകൊണ്ട് അങ്ങ് ഉടനെ ചെന്ന് ആ ഗാണ്ഡവ വനത്തെ മുഴുവൻ ദഹിപ്പിക്കണം. അതോടെ ഭവാന്റെ അസുഖം തീരും. ബ്രഹ്മദേവൻ പറഞ്ഞത് കേട്ട് അഗ്നി ഭഗവാൻ നേരെ ഗാണ്ഡവ വനത്തിൽ ചെന്ന് ചണ്ഡമായ വേഗത്തോടുകൂടെ ചീറിയടിക്കുന്ന കാറ്റോടുകൂടെ ആ ഗാണ്ഡവ വനം കത്തിപ്പിടിപ്പിക്കാൻ തുടങ്ങി. ഗാണ്ഡവ വനത്തിൽ അഗ്നി എരിഞ്ഞു കണ്ടപ്പോൾ അവിടെയുള്ളവർ അത്യന്തമായ യത്നം ചെയ്ത് കത്തുന്ന തീയിനെ കെടുത്തുവാൻ ശ്രമിച്ചു. അനേകായിരം കാട്ടുകൊമ്പന്മാർ തങ്ങളുടെ തുമ്പിക്കൈയിൽ ജലം കോരിയൊഴിച്ചുകൊണ്ടിരുന്നു. അനേകം ഫണങ്ങളുള്ള സർപ്പങ്ങളും അതുപോലെ തന്നെ ക്രോധത്തോടെ അഗ്നിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം അവിടെ ജീവിച്ചിരുന്ന മറ്റു ജന്തുക്കളും ഒത്തൊരുമിച്ച് കത്തുന്ന അഗ്നിയെ അടിച്ചു കെടുത്തി. എന്നാൽ അഗ്നി വീണ്ടും കത്തി ജ്വലിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ 7 വട്ടം ആ ഗാണ്ഡവ വരണ്യഭൂമി തീ കെടുത്തിക്കളഞ്ഞു. വീണ്ടും അഗ്നി ഭഗവാൻ ദേഷ്യപ്പെട്ട് ഗാണ്ഡവ വനത്തിൽ നടന്ന സംഗതികളൊക്കെ ബ്രഹ്മാവിനോട് പറഞ്ഞു. പിന്നീട് ബ്രഹ്മാവ് പറഞ്ഞു, നിന്നെ സഹായിക്കാൻ കൃഷ്ണാർജുനന്മാർക്ക് സാധിക്കും. നിന്നെ സഹായിക്കാൻ നരനാരായണന്മാർക്ക് സാധിക്കും. അവരിപ്പോൾ കൃഷ്ണാർജുനന്മാരായി ജനിച്ചിട്ടുണ്ട് എന്നാണു കേൾവി. ആ ഗാണ്ഡവ വനത്തെ സംരക്ഷിച്ചു പോരുന്ന ദേവേന്ദ്രൻ കണ്ടു നിൽക്കെ തന്നെ നിന്നെ സഹായിക്കാൻ ആ ശ്രീകൃഷ്ണാർജുനന്മാർക്ക് മാത്രമേ സാധിക്കൂ. അർജുനൻ്റെ കയ്യിൽ ഉത്തമങ്ങളായ ദിവ്യാസ്ത്രങ്ങൾ വേണ്ടുവോളമുണ്ട്. അവ കൊണ്ട് ഇന്ദ്രനെ മാത്രമല്ല 1000 ഇന്ദ്രന്മാരെ പോലെ വജ്രപാണികളോട് തന്നെ സമരം ചെയ്യുവാൻ ശക്തനാണ് അർജുനൻ. അല്ലാതെ ആ യുദ്ധത്തിൽ നിന്നെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ ഒരു വില്ലും ഇല്ല അഗ്നിദേവ. കാട്ടിൽ മഹാമാരി വർഷിക്കുന്ന ആ ദേവേന്ദ്രനെ തടുക്കാൻ പൗരുഷം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് ശ്രീകൃഷ്ണാർജുനന്മാർക്ക് മാത്രമാണ്. ഇത് കേട്ട ഉടനെ അഗ്നിദേവൻ കൃഷ്ണാർജുനന്മാരുടെ അടുത്തു ചെന്ന് പറഞ്ഞു,
ഗാണ്ഡവപ്രസ്ഥം ചുട്ടെരിക്കാനായി തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അഗ്നിദേവനെ സഹായിക്കാമെന്ന് ശ്രീകൃഷ്ണ അർജുനന്മാർ വാക്കു നൽകുകയാണ്. അഗ്നിദേവനെ സഹായിക്കാനായി ചന്ദ്രൻ്റെ വില്ലും ആവനാഴിയും കീശധ്വജമായ രഥവും അർജുനന് നൽകണമെന്ന് അഗ്നിഭഗവാൻ പറഞ്ഞു. ചന്ദ്രദേവൻ അത് സന്തോഷത്തോടുകൂടെ അർജുനന് നൽകി. പിന്നീട് വരുണദേവൻ വിശിഷ്ടമായ അമ്പും വില്ലും ആവനാഴിയും അർജുനനു കൊടുത്തു. ആ വില്ല് ആത്മീയവും ഭൗതികവുമാണ്, അത്ഭുതകരവും മഹാവീര്യമുള്ളതുമാണ്. ഗാണ്ഡീവം എന്ന വില്ലും അർജുനന് കിട്ടി. അഗ്നിയുടെ സന്നിധിയിൽ വെച്ചു തന്നെ വീര്യനായ അർജുനൻ ആ ധനുസ്സിനെ എടുത്തു. പിന്നീട് തേരും വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് ലഭിച്ചു. അഗ്നിയെ സഹായിക്കുവാനായി അർജുനൻ അങ്ങനെ സമർത്ഥനായി തീർന്നു. പിന്നീട് അഗ്നി ഭഗവാൻ തന്നെ സഹായിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാന് ചക്രം നൽകി. അഗ്നിദേവൻ പറഞ്ഞു, കൃഷ്ണ, ഭവാൻ അമാനുഷന്മാരെ പോലും പോരിൽ ജയിക്കും ഇത് കയ്യിലുണ്ടായാൽ. യാതൊരു സംശയവുമില്ല, ശത്രുക്കളെ ജയിച്ച് തേജസ്വിയായി തീരും ഇത് കയ്യിലുണ്ടായാൽ. ശ്രീകൃഷ്ണ ഭഗവാന് അഗ്നിദേവനെ സഹായിക്കാനായി വരുണദേവൻ കൗമോദകി എന്ന ഗദയും നൽകി. അഗ്നിദേവനെ സഹായിക്കാനായി ശ്രീകൃഷ്ണ അർജുനന്മാർ തേരും കൊടിയും ഒത്തവരുമായ ഞങ്ങൾ പൊരുതുവാൻ സമർത്ഥരാണെന്ന് അഗ്നിദേവനെ അറിയിച്ചു. ഇനി അഗ്നിഭഗവാനെ അങ്ങ് ആ ഗാണ്ഡീവ വനം ചുറ്റും വളഞ്ഞ് ഈ വനം കത്തിച്ചു തുടങ്ങുക. അങ്ങേക്ക് തുണയായി ഞങ്ങളുണ്ട്. ഗാണ്ഡവം കാക്കുവാൻ കൂട്ടത്തോടെ ഇന്ദ്രൻ വന്നടുത്തതായാൽ അമ്പേറ്റു മുറിഞ്ഞുഴലുന്ന വാനവ സൈന്യങ്ങളെ ഭവാന് കാണാം. ഇപ്രകാരം ഗോവിന്ദനോട് കൂടി നിന്ന് അർജുനൻ പറഞ്ഞപ്പോൾ തേജോരൂപത്തോടുകൂടെ കാടുചാടുവാൻ അഗ്നിദേവൻ പുറപ്പെട്ടു. അഗ്നിദേവൻ ഗാണ്ഡവ വനത്തിൽ പ്രളയാഗ്നി പോലെ കത്തിപ്പടർന്ന് ഉള്ളിൽ കടന്ന് ഭയങ്കരമായി ജ്വലിക്കുവാൻ തുടങ്ങി. എല്ലാറ്റിലും പടർന്നു കയറി സകല ജീവികളെയും ചുട്ടുദഹിപ്പിച്ച് അഗ്നി ആളിക്കത്തി. ഹരേ കൃഷ്ണ.